നമ്മൾ അവതരിപ്പിക്കുന്ന മോഡൽ ക്രെറ്റ ഇലക്ട്രിക. ഇതിൻ്റെ റേഞ്ചാണ് മെയിനായിട്ട് നമ്മൾ എക്സാക്ട് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ റേഞ്ച് വരുമ്പോൾ നമുക്ക് 473 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് കൂടുതൽ ഇതൊക്കെ നമുക്കൊരു നാരോ റോഡ്സിൽ അല്ലെങ്കിൽ ഒരു ബിസി സ്ട്രീറ്റിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഈ ഓരോ ഫീച്ചേഴ്സിലൊക്കെ നമ്മളങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ. ഈ പാസഞ്ചർ സീറ്റ് പവർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫോർവേഡും ബാക്ക്വേർഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ലുലു EV Expo 2025 നമ്മൾ അവതരിപ്പിക്കുന്ന മോഡൽ ക്രെറ്റ ഇലക്ട്രിക. ഇതിൻ്റെ റേഞ്ചാണ് മെയിനായിട്ട് നമ്മൾ എക്സാക്ട് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ റേഞ്ച് വരുമ്പോൾ നമുക്ക് 473 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. നമുക്ക് രണ്ട് റേഞ്ചസ് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് റേഞ്ചും ഉണ്ട്, ലോങ് റേഞ്ചും ഉണ്ട്. സ്റ്റാൻഡേർഡ് 2 ബാറ്ററി ഓപ്ഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേഞ്ച് വരുമ്പോൾ 390 കിലോമീറ്റേഴ്സാണ്, ലോങ് റേഞ്ച് വരുമ്പോൾ 473 ആണ് വരുന്നത്. ഇത് നമ്മൾ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. ലോങ് റേഞ്ചിലെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. എക്സലൻസ് LR എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, സ്റ്റാൻഡേർഡ് ആൻഡ് ലോങ് റേഞ്ച് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം നമുക്ക് 473 കിലോമീറ്റേഴ്സ് വരെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് നമുക്ക് ഒരു പ്രൈസ് രണ്ടും നോക്കാന്നുള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ഒരു 20.4 നമുക്ക് ഓൺ റോഡ് വരുന്ന പ്രൈസ് വരുന്നത്. ഇത് നമുക്കൊരു 390 കിലോമീറ്റേഴ്സ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ബാറ്ററി വാറണ്ടി നമുക്ക് 8 ഇയേഴ്സ് ആണ് വരുന്നത്. 8 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റേഴ്സ് നമുക്ക് ബാറ്ററി വാറണ്ടി അവൈലബിൾ. നമുക്കിപ്പോൾ നോർമൽ ഇപ്പോൾ ക്രെറ്റ എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് മോഡലാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് EVയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ വരുന്നത് നമുക്ക് ഷിഫ്റ്റ് ബൈ വയർ എന്ന് പറഞ്ഞാൽ SBW എന്ന് പറഞ്ഞൊരു കോളം ടൈപ്പ് ഡിസൈനിലാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ വരുന്നത്. നമുക്ക് സെൻട്രൽ കൺസോളിൽ വരുന്നത് നമുക്ക് ടച്ച് ടൈപ്പ് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നത് നമുക്ക് ഡുവൽ സോൺ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോളാണ് വരുന്നത്. DATC എന്ന് പറഞ്ഞ മെത്തേഡിലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയേണ്ടതാണ് നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് കൺസോൾ വരുന്നത്. നമുക്ക് വിത്ത് ഓപ്പൺ സ്റ്റോറേജ് ആണ് നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് കൺസോൾ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇലക്ട്രിക് പാർക്ക് ബ്രേക്കാണ് വരുന്നത്. ഓട്ടോ ഹോൾഡ്, നമുക്ക് 360 ഗുഡ് ഉള്ളൊരു ഓപ്ഷനാണിത്. സീറ്റ് വെന്റിലേഷൻ്റെ ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ്. നമുക്കൊരു മോഡേൺ ടച്ച് വരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു ഗ്രാനൈറ്റ് ഗ്രേ വിത്ത് നമുക്കൊരു ഡാർക്ക് നേവി കളറാണ്. ഒരു ഡുവൽ ടോൺ ഇന്റീരിയർ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് വരുന്നതാണെങ്കിൽ സ്മൂത്തിങ് ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു സറൗണ്ട് പാറ്റേണിലാണ്. അതെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽസ് ആണെങ്കിലും 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ്. നമുക്ക് ഈ 360യുടെ നമുക്ക് ഈ വ്യൂ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബാക്ക് വ്യൂ ആണെങ്കിലും നമുക്ക് പല ആംഗിളിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് 360 നമുക്ക് മിററിൻ്റെ ആംഗിളിൽ വരുന്നതാണ്. ഇത് വരുമ്പോൾ നമുക്ക് സറൗണ്ട് വ്യൂ ആണ് നമുക്കിത് വരുന്നത്. നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കൂടുതൽ ഇതൊക്കെ നമുക്കൊരു നാരോ റോഡ്സിൽ അല്ലെങ്കിൽ ഒരു ബിസി സ്ട്രീറ്റിലൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പോകാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഈ ഓരോ ഫീച്ചേഴ്സിലൊക്കെ നമ്മളങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ. നമുക്ക് സൺറൂഫ് വരുന്നത് വോയിസ് എനേബിൾഡ് സ്മാർട്ട് സൺറൂഫ്, പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. വോയിസ് എനേബിൾഡ് സ്മാർട്ട് പാനോറമിക് സൺറൂഫ്. പിന്നെ ഇതൊരു സീറ്റ് വാക്ക് ഇൻ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് ഈ പാസഞ്ചർ സീറ്റ് പവർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫോർവേഡും ബാക്ക്വേർഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കുണ്ട്. പവർഡ് പാസഞ്ചർ സീറ്റ് വാക്ക് ഇൻ ഡിവൈസ് എന്നാണ് ഈ ഫീച്ചർ വരുന്നത്. നമുക്ക് ഹുണ്ടായിയുടെ ഫ്രണ്ട് പോർഷനിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിഫൈഡ് എക്സ്റ്റീരിയർ എന്നാണ് നമുക്ക് ഫ്രണ്ട് പോർഷനെ പറയുന്നത്. അതായത് ഹുണ്ടായി ഗ്ലോബൽ പിക്സൽ ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഹുണ്ടായിയുടെ ഗ്ലോബൽ പിക്സൽ ഡിസൈനിലാണ് വരുന്നത്. അതിൽ പറയുന്നത് പിക്സലേറ്റഡ് ഗ്രാഫിക് ഗ്രിൽ. ഈ ഗ്രിൽസിനെ പറയുന്നത് അതെ പിക്സലേറ്റഡ് ഗ്രാഫിക് ഗ്രിൽ വിത്ത് ഇൻ്റഗ്രേറ്റഡ് ചാർജിങ് സ്പോട്ട് എന്നാണ് വരുന്നത്. നമുക്ക് ചാർജിങ് സ്പോട്ട് വരുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ചാർജിങ് ഓപ്ഷൻ. ഇത് നമുക്ക് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ചാർജിങ് ബാർസ് ആണ് ഇത് വരുന്നത്. ചാർജ് ഇൻഡിക്കേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് വേറൊരു പിക്സലേറ്റഡ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഗ്രില്ല് പറഞ്ഞതുപോലെ തന്നെ താഴെ നമുക്ക് ബമ്പേഴ്സും പിക്സലേറ്റഡ് ആണ്. നമുക്ക് ഇതിന്റെ അലോയ്സ് ടയർ പറയാന്നുണ്ടെങ്കിൽ ടയർ നമുക്ക് R17 അതിന്റെ സൈസ് പറഞ്ഞാൽ 17 ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ അലോയ്സ് നമുക്ക് എയറോ അലോയ്സ് എന്ന് പറഞ്ഞ ഒരു ഡിസൈനിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ടയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള ടയേഴ്സ് ആയിരിക്കും.
നമുക്ക് EVക്ക് വേണ്ടി EVയുടെ സ്പെഷ്യൽ ടയേഴ്സ് ആണ്. ഇപ്പോൾ റിയർ സൈഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിൽ സ്പോർട്ടി റിയർ സ്പോയിലർ, ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാംപ്സ് വരുമ്പോൾ നമുക്ക് ഹോറിസോൺ ടൈപ്പ് LED ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ പിക്സലേറ്റഡ് റിവേഴ്സ് ലാംപ്സും വരുന്നുണ്ട്. റിവേഴ്സ് ലാംപ്സ് വരുമ്പോൾ നമുക്ക് ഒരു പിക്സലേറ്റഡ് ലാംപ്സ് ആയിരിക്കും നമുക്ക് വരിക. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 433 ലിറ്റേഴ്സ് ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്.